ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന് അമ്മുവിൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. റിന്നമോളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ വെക്കേഷൻ ആയപ്പോൾ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ അമ്മ 2 ദിവസമായി പറയുന്നു വീട്ടിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ സാറിന് കുറച്ച് തിരക്കൊക്കെ ആയ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റും. ഇന്ന് ലീവാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് പോവാന്നാണ് ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് എന്താ പറയുക, ഇപ്പോൾ സമയം ഒരു 11:30 ആയി. അവർ രാവിലെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോകുമ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. റിന്നമോളെ വീട്ടിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് അമ്മു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മു എവിടേക്കാണ് പോണത്? റിന്നയുടെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ റിന്നയുടെ വീട്ടിലേക്ക് പോവാം. നമുക്ക് പോയി വന്നിട്ട് കാണാം. നമ്മുടെ കുഞ്ഞൻ ഇവിടെ റെഡിയാണ് കേട്ടോ. കുഞ്ഞൻ, സുന്ദരൻ കുഞ്ഞൻ. തിരിച്ചെടുക്കുഞ്ഞ. ഇന്ന് പെരുന്നാളിന്റെ തലേ ദിവസമാണ് കേട്ടോ. നാളെ ഇപ്പൊ തന്നെ നമ്മുടെ റോഡിലൊക്കെ നല്ല തിരക്കുണ്ട്. എടപ്പാളൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പൊ നടുവട്ടം കഴിഞ്ഞിട്ടാണ് കേട്ടോ റിന്നമോളുടെ വീട് വരുന്നത്. ഇവിടെ കറക്റ്റ് സ്ഥലം നടുവട്ടം. അമ്മ എത്ര അറിയുള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് അറിയാം എവിടെ വീട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ കൺഫ്യൂഷനൊന്നുമില്ല. കറക്റ്റായിട്ട് റിന്നമോളുടെ വീട്ടിലെത്തിയിട്ട് എന്താ പറയുക, അമ്മുനെ വളരെ നേരത്തെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ 8 മണിക്കൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര. അപ്പം ഞങ്ങൾ എത്തിയത് ഒരു 11:30 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിട്ട് കുറേ നാളായിട്ട് അമ്മ പറയണം റിന്നയുടെ വീട്ടിൽ പോകണം എന്നുള്ളത്. പിന്നെ കുറേ ദിവസമായി അവളെ വിളിക്കാനും തുടങ്ങിയിട്ട്. പിന്നെ എന്തായാലും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. കുഞ്ഞിനെ ആദ്യം ഭയങ്കര മടിയായിരുന്നു കേട്ടോ എല്ലാവരുടെ അടുത്തേക്കും പോകാനൊക്കെ. പിന്നെ റിന്നയുടെ അടുത്തൊന്നും വരുന്നില്ല. അത്രയും ഇഷ്ടമായി കേട്ടോ. ചെന്ന സമയത്ത് അവന് ഭയങ്കര പരിചയക്കുറവായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കൂട്ടായി. അതായത് റിന്നേനായിട്ട് ഭയങ്കര കളിയൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, അവനും ഭയങ്കര ഹാപ്പിയാണ്. കാരണം കളിക്കാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവന് വലിയ ആളുകളെക്കാളൊക്കെ ഇഷ്ടം കുട്ടികളായിട്ട് കളിക്കാനാണ്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ റിന്നെ തന്നെ അവൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നു. എപ്പോഴും റിന്ന വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയാറുണ്ട് റിന്നയുടെ വീട്ടിൽ പോകണം. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു തവണ ഞങ്ങൾ അതുവഴി പോയ സമയത്ത് അവിടെ ഒരു ഫങ്ഷനൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കങ്ങനെ പോകാനുള്ള ഒരു സമയവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ വെക്കേഷൻ ആയപ്പോൾ വെക്കേഷൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ നമ്മളുടെ വീട്ടിൽ പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ പോവാം, എന്തായാലും വെക്കേഷനിൽ ഒരു ദിവസം പോവാം എന്നുള്ളതിലൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ പെട്ടെന്നാണ് പറഞ്ഞത് നാളെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നെങ്കിൽ കൂടി ഞാൻ വിചാരിച്ചത് വെറുതെ പറയുന്നതാവുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പോയതാണ് കേട്ടോ. എന്തായാലും പോയപ്പോൾ നല്ല ഹാപ്പി ആയി കേട്ടോ. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളുടെ അമ്മയും പിന്നെ അവളുടെ വല്യമ്മയുടെ മോളും അവിടെ ഉണ്ടായിരുന്നു. റിന്ന കുഞ്ഞു കുട്ടിയാകുമ്പോൾ ഉള്ള സൈക്കിൾ പോകുന്നുണ്ടല്ലേ? ഇരിക്കണം വീഡിയോസ് ആയിട്ടാ. വെക്കേഷൻ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ബോറടിച്ചു എന്ന് തോന്നുന്നത്. കാരണം ഫ്രണ്ട്സിനെ കാണാനുള്ളൊരു എന്താ പറയുക ആഗ്രഹം അവർക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണണം എന്നുള്ളൊരു മൈൻഡിലോട്ട് എത്തിയിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് മോൻ നല്ല കളിയായിരുന്നു കേട്ടോ റിന്നയുടെ ഒപ്പം അമ്മൂൻ്റെ ഒപ്പം. അപ്പോൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി. കാരണം കുറേ നാളായിട്ട് പറയുന്നതല്ലേ റിന്നയുടെ വീട്ടിലേക്ക് പോകണമെന്ന്. അപ്പോൾ രണ്ടുപേരും നല്ല ഹാപ്പിയായി. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് റിന്നയുടെ വല്യമ്മയും വല്യച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ റിന്നയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഹാപ്പിയായി. നമുക്ക് അമ്മൂനോട് 2 ദിവസം നിൽക്കാൻ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമുക്കിന്ന് എന്താ പറയുക വീട്ടിലേക്ക് പോകാനുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ള കാരണം നമ്മളിന്ന് വേഗം ഇറങ്ങി. അവിടെ കുറച്ച് നേരം കാലം അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഷോൾ കൊണ്ട് മുഖം ഒന്ന് കവർ ചെയ്തു കേട്ടോ. അപ്പോൾ അത് നോക്കി കുറച്ച് നേരം ഇരുന്ന് എന്താണ് ഇപ്പോൾ ഈ കാണിക്കുന്നതെന്ന് അവനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അടങ്ങി ഒതുങ്ങി കുറച്ച് നേരം കാറിലിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവൻ ഫ്രണ്ടിൽ അമ്മൂനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും, സായനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം ഈ ഒരു അടവ് എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ സീ യു പറയുക. ടാറ്റ ബൈ ബൈ സീ യു പറയാം. എന്തായാലും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ സീ യു.